ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. കുടിയൊഴിപ്പിക്കലിന് നോട്ടീസ് നൽകിയ 12-ൽ 10 പേരും മുനമ്പം നിവാസികളല്ല എന്ന് വഖഫ് രേഖകൾ. നോട്ടീസ് ലഭിച്ച 10 ആധാര ഉടമകളും പ്രദേശത്തെ താമസക്കാരല്ല. 10 പേർക്കെതിരെയുള്ള നടപടി വഖഫ് ബോർഡ് സ്വമേധയാ സ്വീകരിക്കുകയായിരുന്നു. 2 പേർക്ക് നൽകിയത് റവന്യൂ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസ് എന്നും കണ്ടെത്തൽ. 215/18 എന്ന സർവേ നമ്പറിൽ മാത്രം 10 അവകാശികളുണ്ടെന്നും രേഖകൾ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, എന്തായാലും ഈ ഒരു മുനമ്പം സമരം വലിയ തരത്തിൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയും അതൊരു രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള ചർച്ചാ വിഷയമാവുകയും ചെയ്ത സംഭവമാണ്. അതിലാണ് ഇപ്പോൾ നിർണായക വിവരം പുറത്തു വരുന്നത്. മുനമ്പത്തുള്ളവർക്കല്ല നോട്ടീസ് എങ്കിൽ ഏത് പ്രദേശത്ത് ഉള്ളവർക്കാണ് നോട്ടീസ് ലഭിച്ചത്? ഇത് ആദ്യമായിട്ട് ആർക്കാണ് നോട്ടീസ് ലഭിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് നോട്ടീസ് ലഭിച്ചത്? എന്താണ് വിവരങ്ങൾ? സ്വാതി, മുനമ്പത്തെ സമരവുമായി ബന്ധപ്പെട്ട് 33-ാം ദിവസമാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഈ സമരം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നിർണായകമായ രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വഖഫ് ബോർഡിൻ്റെ രേഖകളാണ്. വഖഫ് ബോർഡിൽ നിന്ന് ലഭിച്ച ഈ രേഖകൾ പ്രകാരം 12 പേർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുനമ്പത്ത് ഭൂമിയുള്ള 12 പേർക്ക്. ഇതിൽ 10 പേർക്ക് നൽകിയിട്ടുള്ള നോട്ടീസ് വഖഫ് ബോർഡ് സ്വമേധയാ നൽകിയിട്ടുള്ളതാണ്. 2 പേർക്ക് വഖഫ് ബോർഡിൽ NOCക്കായി വഖഫ് ബോർഡിനെ സമീപിക്കുകയും പ്രദേശവാസികൾ ബോർഡിലെത്തുകയും അവരുടെ രേഖകൾ പരിശോധിച്ച് ഇത് വഖഫ് ഭൂമിയാണ് എന്ന നിഗമനത്തിൽ വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സ്വാതി ചോദിച്ചതുപോലെ ഇതിൽ പറയുന്ന ഈ 10 പേർ, ജെയിംസ് എന്നയാളുടെ മേൽവിലാസം വൈറ്റിലെയാണ് കാണിക്കുന്നത്. അതുപോലെ തരുൺജിത്ത് നാഗ്പാൽ എന്നയാളുടെ മേൽവിലാസം പാലാരിവട്ടം, ജോസ് കലൂര്, കൃഷ്ണലാൽ പാലാരിവട്ടം, കൃഷ്ണദാസ് പാലാരിവട്ടം, ബിന്ദു ചാക്കോ എടപ്പള്ളി, അതുപോലെ ചാക്കോ ടി വർഗീസ് എടപ്പള്ളി, ഗോപാലകൃഷ്ണൻ പറവൂര്, ഡോക്ടർ കൃഷ്ണദാസ് പാലാരിവട്ടം തുടങ്ങി മുനമ്പത്തുള്ള ഒരു അഡ്രസ്സും ഇതിൽ കാണുന്നില്ല. 10 പേരുടെ അഡ്രസ്സും പുറത്തുനിന്നുള്ളവർ, അതായത് കുഴിപ്പള്ളി വില്ലേജിലാണ് ഈ മുനമ്പം പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ കുഴിപ്പള്ളി വില്ലേജിലെ താമസക്കാരായ താമസത്തിൻ്റെ മേൽവിലാസം നൽകിയിട്ടുള്ളത് എല്ലാം തന്നെ പറവൂര്, അതുപോലെ ഇടപ്പള്ളി, തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളുടെ പേരിലാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന രേഖകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമരം നടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തുന്നത് അവരെ കുടിയൊഴിപ്പിക്കും എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ വഖഫ് ബോർഡ് നടപടി സ്വീകരിച്ചു എന്ന രീതിയിലുള്ള വലിയ പ്രചരണവും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന രേഖകൾ പ്രകാരം ഇപ്പോൾ 12 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ 10 പേരും ഈ മുനമ്പം പ്രദേശവാസികളല്ല, 2 പേർ മാത്രം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വഖഫ് ബോർഡിന് മുന്നിൽ അവർക്ക് NOCക്കായി, വഖഫ് ബോർഡിൻ്റെ NOCക്കായി അവർ തന്നെ നേരിട്ട് സമീപിച്ചതാണ്. അപ്പോൾ വഖഫ് ബോർഡ് ഇതിൻ്റെ രേഖകൾ പരിശോധിച്ച് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. ഇതിൽ 2020, അതായത് 12/8/2020 ആദ്യമായി ഈ ഗോപാലകൃഷ്ണൻ എന്നയാൾക്ക് ഈ വഖഫ് ഭൂമി, മുനമ്പത്തെ വഖഫ് ഭൂമിയാണ് എന്ന് കണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 2020 തുടങ്ങിയ നടപടികളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് ഇതിൽ നോട്ടീസ് നൽകുമ്പോൾ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുന്നു. അതിനുശേഷം ഇവരുടെ കയ്യിലുള്ള രേഖകൾ വഖഫ് ബോർഡിൽ ഹാജരാക്കാം. ഹിയറിങ്ങിന് വിളിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ആദ്യം തന്നെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ